ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. അപ്പോൾ ഒന്നാമത്തെ ഏകദേശം അരമണിക്കൂറോളമുള്ള വീഡിയോ നിങ്ങൾ കണ്ടു എന്ന പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ മുന്നോട്ട് പോകുന്നത്. മകളെ, ഈ ചാപ്റ്ററെ പറ്റി ഒന്നും അറിയാത്ത ആളുകൾ, ഈ ചാപ്റ്റർ ഏറ്റവും ടഫാണെന്ന് ഫീൽ ചെയ്യുന്ന ആളുകളൊക്കെ ഒന്നാമത്തെ പാർട്ട് കണ്ടതിന് ശേഷം ഇത് കാണുക. അല്ലാത്ത കുട്ടികൾ ഏകദേശം കുറെ കാര്യങ്ങളൊക്കെ അറിയാം എന്ന് തോന്നുന്ന ആളുകൾ ഇത് മാത്രം കണ്ടാലും കുഴപ്പമൊന്നുമില്ല. സോ വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ SSLC സൈലം SSLC എന്ന യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ നിങ്ങൾ കമന്റ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടുക എന്നതാണ് ലക്ഷ്യമെങ്കിൽ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാകും. എൻ്റെ പേര് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നു, ഷാഹിദ് റംസാൻ എന്നാണ്. ഈ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക് നിങ്ങൾക്ക് നേരിട്ട് മെസ്സേജ് ആയിട്ട് അയക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അടിയിൽ കമന്റുകളായിട്ട് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, രേഖപ്പെടുത്താൻ പറ്റും. ഫ്രീ ആയിട്ട് വാട്സപ്പ് ചാനലുകളുണ്ട്. ഇനിയല്ല, നമ്മുടെ എൻഡ് ഗെയിം ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാൻ താഴെക്കാണുന്ന നമ്പറിൽ വിളിച്ചാലും മതി. 9995400800 എന്ന നമ്പറിൽ വിളിച്ചാലും മതി. സോ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ നേരെ ടോപ്പിക്കിലേക്ക് അടുക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തന്നു സ്ക്വയർ കംപ്ലീഷൻ അഥവാ വർഗം തികയ്ക്കൽ എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 1-2 എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നിങ്ങൾക്കറിയാം, x² + 2x കൂടെ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യണമെങ്കിൽ x² കൂടെ ആദ്യം നമ്പർ 1 ആയിരിക്കണം. അപ്പൊ 2ന്റെ പകുതി എത്രയാണ്? 1 ആണ്. സോ ആ 1ന്റെ സ്ക്വയർ ആയിരിക്കും രണ്ട് ഭാഗത്തും ആഡ് ചെയ്യുക. സോ x + 1 ഹോൾ സ്ക്വയർ ആണ്. ഇവിടെ +20 ആണെങ്കിൽ +20ന്റെ പകുതി 10, 10ന്റെ സ്ക്വയർ ആയിരിക്കും നമ്മൾ എന്താക്കുന്നത്, ആഡ് ചെയ്യുന്നത്. സോ ആ 10 തന്നെയാണ് ഇവിടെ എക്സിന്റെ കൂടെ വരുന്നത്, x + 10 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ 6x ആണെങ്കിൽ, x² + 6x ആണെങ്കിൽ 6ന്റെ പകുതി 3 ആണ്. സോ 3² വരും. ആ 3 തന്നെ ആയിരിക്കും എക്സിന്റെ കൂടെ വരിക, x + 3 ഹോൾ സ്ക്വയർ. x² + 8x ആണ് എങ്കിൽ +8ന്റെ പകുതി 4 ആണ്. 4ന്റെ സ്ക്വയർ ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യേണ്ടത്. സോ ഇവിടെ രണ്ട് ഭാഗത്തിന്റെ ആവശ്യമല്ല, ഡയറക്റ്റ് ആയിട്ട് ഒറ്റ ഭാഗമേ വരുന്നുള്ളൂ. കാരണം =0, x² + 2x = 0 എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ രണ്ട് ഭാഗത്ത് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ +1 + 1. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോ സാധാ പോലെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്ര എഴുതിയാൽ മതി. ഇതാണ് ഇതിന്റെ സ്ക്വയർ കംപ്ലീഷൻ. ഓക്കെ, സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ എങ്ങനെ വരും എന്ന് അറിയുന്നതിന് മുമ്പേ ഓൾജിബ്ര അഥവാ ബീജഗണിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണെന്ന് അറിയണം. ഓൾജിബ്ര ഇത് ശരിക്കും ഒരു ഗ്രീക്ക് അല്ല, അറേബ്യൻ ഒരു സയന്റിസ്റ്റ് ആണ്, മൂസ അൽ-ഖാരിസ്മി എന്നിട്ട് പറയുന്ന ഒരു മാത്തമാറ്റീഷ്യൻ ആണ് അൽജിബ്ര എന്ന് പറഞ്ഞ വാക്കിന് കൊണ്ടുവരുന്നത്. അപ്പൊ അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. സോ മക ഇത്രേ ഉള്ളൂ. എന്റെ വലത്തെ കയ്യിൽ 5 മിഠായികളുണ്ട്. ഇടത്തെ കയ്യിൽ ഇതിനേക്കാൾ ഒരു 3 മിഠായികൾ അധികമുണ്ട്. എന്റെ വലത്തെ കയ്യിൽ 5 മിഠായികളുണ്ട്, അതിനേക്കാൾ ഒരു 3 മിഠായികൾ ഇതിൽ അധികമുണ്ട്. രണ്ടും കൂടി കൂട്ടുകയാണെങ്കിൽ എനിക്ക് ഒരു 11 മിഠായി കിട്ടും. എന്റെ വലത്തെ കയ്യിൽ 5 മിഠായി ഉണ്ട്, അതിനേക്കാൾ ഒരു 3 മിഠായികൾ ഇതിൽ അധികം ഉണ്ട്. ഇത് രണ്ടും കൂടി കൂട്ടി കഴിഞ്ഞാൽ എനിക്കൊരു 11 മിഠായികൾ കിട്ടും. എങ്കിൽ എന്റെ വലത്തെ കയ്യിലെ മിഠായിയുടെ എണ്ണം എത്ര? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയാൽ കാണാൻ പറ്റും ഇതിൽ എത്ര കാര്യങ്ങൾ നമുക്ക് അറിയില്ല. ഇവിടെ നമുക്ക് 2 കാര്യങ്ങൾ അറിയില്ല, അതാണ് ഇമ്പോർട്ടന്റ്. നമ്മളെ ഈ ചാപ്റ്ററിൽ പ്രത്യേകത എന്താണ്? 2 കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നമുക്ക് അറിയാത്തത് തന്നിട്ടുണ്ടാവും ചോദ്യ പേപ്പറിൽ. 2 കാര്യങ്ങൾ, അത് ഇമ്പോർട്ടന്റ് ആയിട്ട് അത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 എണ്ണത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യത്തെ നിങ്ങൾക്ക് എന്താക്കി എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. എക്സോ വൈയോ സെഡോ എന്നോ ഏതോ എടുക്കാം. പക്ഷെ പൊതുവെ നമ്മൾ എടുക്കാറുള്ളത് എക്സ് തന്നെയാണ്. അപ്പൊ ഞാൻ പറയാണ്, എന്റെ വലത്തെ കൈയുള്ളത് എനിക്ക് അറിയില്ല, അതിന് ഞാൻ എക്സ് എന്ന് വിളിച്ചു. വലത്തെ കൈയുള്ളതിന് ഞാൻ എന്ത് വിളിച്ചു? റൈറ്റ് ഹാൻഡ് വലത്തിലുള്ള ഞാൻ എക്സ് എന്ന് വിളിച്ചു. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ഉള്ളത് എന്തായിരിക്കും? അതിനേക്കാൾ 3 എണ്ണം അധികമുണ്ട്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമുക്ക് അറിയാത്ത കാര്യത്തെ എക്സ് ആയിട്ട് എടുക്കാം. എഴുതി വെച്ചോളൂ. വേണമെങ്കിൽ അറിയാത്ത മലയാളം മീഡിയക്കാർ ഇംഗ്ലീഷ് മീഡിയക്കാരൊക്കെ എഴുതി വെച്ചോളൂ, നോട്ട്ബുക്കിന്റെ സൈഡിൽ വെച്ചോളൂ. അറിയാത്ത കാര്യത്തെ എക്സ് ആയിട്ട് എടുക്കുക. ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? ആ എക്സ് ഉപയോഗിച്ചുകൊണ്ട് രണ്ടാമത്തെ കാര്യം എഴുതുക. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഈ എക്സ് ഉപയോഗിച്ചുകൊണ്ട് രണ്ടാമത്തെ കാര്യം എഴുതുക. മലയാളത്തിൽ തന്നെ എഴുതിച്ചുള്ളൂ, ഒരു കുഴപ്പമില്ല. അറിയാത്ത കാര്യത്തെ എക്സ് ആയിട്ട് എടുക്കുക, ആ എക്സ് ഉപയോഗിച്ച് രണ്ടാമത്തെ കാര്യം എഴുതുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എഴുതിക്കോളൂ, സമവാക്യം രൂപീകരിക്കുക. ക്രിയേറ്റ് ആൻ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുക. നാലാമത്തെ സ്റ്റെപ്പ് സോൾവ് ചെയ്യുക. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു, ചാപ്റ്റർ കഴിഞ്ഞു. നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്? പരിഹരിക്കുക. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു, എന്റെ വലത്തെ കയ്യിൽ 5 സ്വീറ്റ്സ് ഉണ്ട്, ഇടത്തെ കയ്യിൽ അതിനേക്കാൾ 3 സ്വീറ്റുകൾ അധികം ഉണ്ട്. രണ്ടും കൂടി കൂട്ടിയാൽ 14 സ്വീറ്റ് കിട്ടും, മിഠായികൾ കിട്ടും. എങ്കിൽ എന്റെ വലത്തെ കയ്യിൽ എത്ര സ്വീറ്റ് ഉണ്ട്? അപ്പൊ എന്റെ വലത്തെ കൈയുള്ള സ്വീറ്റിന്റെ എണ്ണം എനിക്ക് അറിയില്ല, എക്സ് എന്ന് എടുത്തു. അത് വെച്ചുകൊണ്ട് ഇടത്തെ കയ്യിൽ ഞാൻ എഴുതി. ഇനി ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യണം. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എന്ത് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്? 14 സ്വീറ്റ് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതാണ് ഇക്വേഷൻ. എക്സും കൂട്ടി 2x + 3 = 14. സോറി 11. അല്ല 11. ഓക്കെ, അപ്പൊ ഇനി സോൾവ് ചെയ്യാം. നാലാമത്തെ സ്റ്റെപ്പ് എന്താ? പരിഹരിക്കാം. സോ 2x = 11, 3 അങ്ങോട്ട് ഉണ്ടായാൽ 8. സോ 2x = 8 ആണെങ്കിൽ x = 8/2 = 4.
അപ്പൊ വലത്തെ കയ്യിൽ 4 എണ്ണം, ഇടത്തെ കയ്യിൽ 7 എണ്ണം, ആൻസർ ആയി. ഇതാണ് നമ്മൾ പഠിക്കാനുള്ള മെത്തേഡ്. അറിയാത്ത കാര്യത്തെ എക്സ് ആയിട്ട് എടുക്കുക, ആ എക്സ് ഉപയോഗിച്ച് രണ്ടാമത്തെ കാര്യം എഴുതുക, എന്നിട്ട് അത് രണ്ടും കൂടി വെച്ച് ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുക, സോൾവ് ചെയ്യുക. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി അഥവാ രണ്ടാം ഡിഗ്രി സമവാക്യത്തിൽ നമ്മൾ ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ അതിന് മുമ്പേ, നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പേ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് മക്കളെ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്, അടുത്തടുത്ത 2 ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഇരട്ട സംഖ്യ കഴിഞ്ഞിട്ട് അടുത്ത ഇരട്ട സംഖ്യയിലേക്ക് 2 എണ്ണം ദൂരം. അപ്പൊ ഒന്നാമത്തെ ഇരട്ട സംഖ്യ നിങ്ങൾ എക്സ് എടുത്താൽ രണ്ടാമത്തെ ഇരട്ട സംഖ്യ എന്തായിരിക്കും? അതിനോട് 2 എണ്ണം കൂട്ടിയിട്ടുള്ളതായിരിക്കും. 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ. 2 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഒറ്റ സംഖ്യ കഴിഞ്ഞാൽ അടുത്ത ഒറ്റ സംഖ്യയിലേക്ക് 2 എണ്ണം ദൂരം. 1, 3, അതിന്റെ ഇടയിൽ 2 കൂടുന്നുണ്ട്. സോ ഒന്നാമത്തെ എക്സ് എടുത്താൽ രണ്ടാമത്തെ എക്സ് പ്ലസ് 2. നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചു എടുക്കാം കേട്ടോ. രണ്ടാമത്തെ എക്സ് എടുത്താൽ ഒന്നാമത്തെ എക്സ് മൈനസ് 2 ആയിരിക്കും. ഒരു കുഴപ്പമില്ല, അങ്ങനെ ചെയ്താൽ ആൻസർ കിട്ടും. തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലം ഞാൻ വേണമെങ്കിൽ അങ്ങനെ കാണിച്ചു തരാം. വലത്തേതിന് ഞാൻ എക്സിന് എടുക്കുന്നില്ല. ഈ സെയിം ക്വസ്റ്റ്യൻ ഉത്തരം സെയിം ആണോ നോക്കാം. ഞാൻ ഇടത്തേതിന് എക്സിന് എടുത്താൽ വലത്തെ എന്തായിരിക്കും? അതിൽ നിന്ന് 3 എണ്ണം കുറവായിരിക്കും അല്ലെ. വലത്തേത് എക്സിന് എടുത്താൽ എടുത്തത് അതിനോട് 3 എണ്ണം കൂടുതൽ. ലെഫ്റ്റ് ആണ് എടുക്കണമെങ്കിൽ തിരിച്ചാണെങ്കിൽ 3 എണ്ണം കുറവ്. ഇപ്പൊ ഇത് രണ്ടുകൂടിയും കൂട്ടി എന്ത് കിട്ടും? എക്സ് മൈനസ് 3 പ്ലസ് എക്സ് ഈക്വൽ ടു 11. എക്സും എക്സും കൂട്ടിയ 2x, 2x മൈനസ് 3 ഈസ് ഈക്വൽ ടു 11. സോ 2x ഈക്വൽ ടു 11 പ്ലസ് 3 14. സോ എക്സ് ഈക്വൽ ടു 14 പകുതി 7. കണ്ടോ? അതായത് ലെഫ്റ്റ് സൈഡിൽ 7 തന്നെ കറക്റ്റാ. ലെഫ്റ്റ് സൈഡിൽ 7, അപ്പൊ റൈറ്റ് സൈഡിൽ 7നോട് 3 കുറച്ചാൽ 4. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് അറിയാത്ത 2 കാര്യം ഉണ്ടെങ്കിൽ അതിൽ ഏത് കാര്യത്തെ വേണമെങ്കിൽ നമുക്ക് എന്താക്കി എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. എന്താണോ എക്സ് ആയിട്ട് എടുക്കുന്നത് അത് വെച്ചുകൊണ്ടായിരിക്കണം രണ്ടാമത്തെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. പോയി വൈ എന്ന് എഴുതേണ്ട ആവശ്യമല്ല. ഈ എക്സ് ഉപയോഗിച്ച് തന്നെ നിങ്ങൾ രണ്ടാമത്തെ എഴുതുക, എന്നിട്ട് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. സോ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഈ കാര്യങ്ങൾ. ഇത് പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, ഇത് ചോദിച്ചിട്ടില്ല. റെസിപ്രോക്കലി ആയിട്ടുള്ള ചോദ്യം വരാറില്ല. അഥവാ എന്താ പറയുക, വിൽക്രമം. ഒരു സംഖ്യയുടെ വിൽക്രമം എന്ന് പറയുന്നത് എക്സും 1/x. ഒരു സംഖ്യയും അതിന്റെ വിൽക്രമവും. സംഖ്യന് എക്സ്, വിൽക്രമം എന്ന് പറഞ്ഞാൽ 1/x. അതായത് ഏത് നമ്പർ ആണെങ്കിലും 1 ഇട്ടാൽ മതി. അത് പരീക്ഷ ചോദിക്കാറില്ല. എ നമ്പർ ആൻഡ് ഇറ്റ് സ്ക്വയർ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു സംഖ്യയും അതിന്റെ വർഗവും തമ്മിൽ കൂട്ടിയപ്പോൾ, അപ്പൊ ഒരു സംഖ്യയെ നമ്മൾ എക്സ് എന്ന് എടുത്തു, അതിന്റെ സ്ക്വയർ നമ്മൾ എക്സ് സ്ക്വയറിന് എടുത്തു. അപ്പൊ രണ്ട് തമ്മിൽ കൂട്ടിയപ്പോൾ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ്. 2 നമ്പേഴ്സ് വിത്ത് സമ്മ് 10, അത് ഇമ്പോർട്ടന്റ് ആണ്. ഐഡിയ ഇമ്പോർട്ടന്റ് ആണ്. 2 നമ്പർ ഉണ്ട്, ആ 2 നമ്പർ കൂട്ടിയാൽ 10 കിട്ടും. ഫോർ എക്സാമ്പിൾ 2 നമ്പർ ഉണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഉദാഹരണത്തിന് വെറുതെ പറയാണ്, 2 നമ്പർ എയും ബിയും, അത് രണ്ടും കൂട്ടിയാൽ 10 കിട്ടും. എനെ ഞാൻ എക്സ് എന്ന് വിളിച്ചാൽ ബി എന്തായിരിക്കും? എനെ ഞാൻ എക്സ് വിളിച്ചാൽ ബി എന്തായിരിക്കും? ഞാൻ എക്സ് വിളിച്ചു, അപ്പൊ ബി എന്ന് പറഞ്ഞാൽ 10 മൈനസ് എക്സ് അല്ലെ. അപ്പൊ ഒന്നാമത്തെ നമ്പർ എക്സ് ആണ്, രണ്ടാമത്തെ നമ്പർ എന്തായിരിക്കും? 10 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ 2 നമ്പറുകളുടെ തുക എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യേണ്ടത്. ഇനി 2 നമ്പറുകളുടെ വ്യത്യാസം, ഡിഫറൻസ് എന്ന് പറഞ്ഞാലോ, 2 നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസം എ മൈനസ് ബി ഈക്വൽ ടു 10. അപ്പൊ എനെ ഞാൻ എക്സ് എന്ന് വിളിച്ചാൽ ബി എന്ന് എന്തായിരിക്കും? മൈനസ് ബിന് അങ്ങോട്ട് കൊണ്ടാൽ എ മൈനസ് ബി ഈക്വൽ ടു 10, എക്സ് മൈനസ് 10 അല്ലേ. ഓക്കെ, തിരിച്ചു കൊടുക്കാം. എ മൈനസ് ബി ഈക്വൽ ടു 10 അല്ലെ, ബി മൈനസ് എ ഈക്വൽ ടു 10. 2 നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസം അല്ലേ, ബി മൈനസ് എ ഈക്വൽ ടു 10. അപ്പൊ എനെ ഞാൻ എക്സ് എന്ന് അടിച്ചാൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? മൈനസ് എക്സ് കൊണ്ട് 10 പ്ലസ് എക്സ്. അപ്പം 2 നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസം എന്നാൽ രണ്ടാമത്തെ നമ്പറിന് ഒന്നാമത്തെ നമ്പർ കുറയ്ക്കാട്ടോ ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ നമ്പറിന് ഒന്നാമത്തെ നമ്പർ കുറയ്ക്കാം. ഓക്കെ, 2 നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസം അന്ന് പ്രശ്നമുള്ള കാര്യമില്ല. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എന്താക്കി എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. അപ്പം ഇതും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറില്ല കേട്ടോ, ഇത് ചോദിക്കാറുണ്ട്. 2 നമ്പേഴ്സ് വിത്ത് പ്രൊഡക്റ്റ് 10, ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഇത് ഇങ്ങനെ ആയിരിക്കില്ല വരിക. 2 നമ്പേഴ്സ് വിത്ത് പ്രൊഡക്റ്റ് 10 പറഞ്ഞാൽ എക്സും 10/x, ഈ എക്സും വെട്ടിയാൽ 10 കിട്ടും ഗുണിച്ചാൽ. ഓക്കെ, ഇത് അങ്ങനെ ഈ ടോപ്പിക് പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല. പക്ഷെ ഇത് വരുന്ന മറ്റൊരു രീതി ഉണ്ട്, അത് ഞാൻ പറഞ്ഞിട്ടും. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക് എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ ഈ ഗ്രീൻ കളർ ഇട്ടൊക്കെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. ഈ 3 കാര്യങ്ങൾ ഇത് വെച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് എന്താക്കാറുണ്ട്? ചോദ്യങ്ങൾ വരാറുണ്ട്.
സോ ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ ചോദ്യങ്ങളിലേക്ക് കടക്കാൻ പോവാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളിലേക്കാണ് കടക്കുന്നത്. സോ ഈ വീഡിയോയിൽ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ചോദ്യങ്ങളായിരിക്കും. എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് ഞാൻ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതുന്നത്, എങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ആൻസർ കണ്ടെത്തുന്നത്, നിങ്ങൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഞാൻ അത്രയധികം എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഈ ക്ലാസ് എടുക്കുന്നത്. കാരണം എനിക്ക് ഒരുപാട് ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഓഫ്ലൈൻ ക്ലാസ്സിൽ പോകാൻ നമ്മുടെ മാനാഞ്ചിറ സെൻറ്ററിൽ ക്ലാസ് എടുക്കാൻ പോകാനുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേണ്ടി എന്നോട് ഈ ഒരു സീരീസ് ഞാൻ എൻ്റെ മൈൻഡിൽ നിന്ന് വന്നൊരു സീരീസാണ്. കാരണം ഒരുപാട് കുട്ടികൾക്ക് മാത്സ് ടഫാന്ന് പറഞ്ഞപ്പം അതിനെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെ കമ്പനി പോലും എന്നോട് പറഞ്ഞിട്ടില്ല. എന്നോട് നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അത് എൻ്റെ ഐഡിയ ആണ്. എൻ്റെ മക്കൾക്ക് ഫുൾ മാർക്ക് കിട്ടണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾ മാക്സിമം കുട്ടികളിലേക്ക് എത്തിക്കാനുള്ളതാണ്. അപ്പോൾ ഏറ്റവും മിക്ക കുട്ടികൾക്കും ടഫായിട്ടുള്ള ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ. പക്ഷെ അത് ഞാൻ സിമ്പിൾ ആക്കി തരാനുള്ള കാരണം, അല്ലെങ്കിൽ സിമ്പിൾ ആണെന്ന് പറയാനുള്ള കാരണം, നിങ്ങൾ ഇത് കാണാൻ എടുക്കുന്ന എഫേർട്ട്, നിങ്ങൾ എടുക്കുന്ന സമയം, നിങ്ങൾ എഴുതി പഠിക്കുന്ന സമയം, അതൊക്കെ തന്നെയാണ്. അതായത് ഞാൻ വെറും ക്ലാസ് കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടൂല. അതിനുവേണ്ടി നിങ്ങൾ എടുക്കുന്ന സമയം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്താക്കി കൊടുക്കുക, ഈ ചാനലിനൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ കൂടെ ഉണ്ടാവുക. സോ ഞാൻ ചോദ്യങ്ങളെ ഇനി അങ്ങോട്ട് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഇതിൽ സാധാരണ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അടുത്തൊരു പാർട്ടിൽ കുറച്ച് ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെ 3 പാർട്ടായിരിക്കും വീഡിയോ ഉണ്ടാവുക. സോ വീഡിയോ മുഴുവനായിട്ടും കാണണം, എഴുതിയെടുക്കണം. ഈ ലാസ്റ്റിലേക്കാവുമ്പോൾ നിങ്ങൾ ഈ ചാപ്റ്റർ വൃത്തിയിൽ പഠിക്കും. ഓക്കെ, സോ മക്കളെ ചോദ്യം നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ കാണുന്ന ചോദ്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ചോദ്യം 3 മാർക്കിന്റെ ചോദ്യമാണ്. ചോദ്യത്തിലുള്ളൂ, റൈറ്റ് ദ സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്. ഇരട്ട സംഖ്യകളുടെ ശ്രേണി എഴുതുക. ഒരു സിമ്പിൾ മോഡലാണ്. ഇരട്ട സംഖ്യകളുടെ ശ്രേണി എന്ന് പറഞ്ഞാൽ 2, 4, 6, 8, 10 എക്സെട്ര. അപ്പോൾ 1 മാർക്ക് അവിടെ കിട്ടി. അടുത്ത ചോദ്യം, 1 ആഡഡ് ടു ദി പ്രൊഡക്റ്റ് ഓഫ് ഇമ്പോർട്ടൻറ്റ് 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്. അടുത്തടുത്ത 2 ഇരട്ട സംഖ്യകളുടെ ഗുണനഫലം. അടുത്തടുത്ത 2 ഇരട്ട സംഖ്യ. അപ്പൊ നമുക്ക് മനസ്സിലായി 2 കാര്യങ്ങൾ നമുക്കറിയില്ല. ഏതൊക്കെ 2 കാര്യം? ഒന്നാമത്തെ ഇരട്ട സംഖ്യയും ഫസ്റ്റ് ഈവനും സെക്കൻഡ് ഈവനും. ഇത് രണ്ടും നമുക്ക് അറിയാത്ത കാര്യമാണ്. അപ്പൊ ഏതൊരു ചോദ്യത്തിലും 2 കാര്യങ്ങൾ നമുക്ക് അറിയാത്തതായിരിക്കും. സോ ഫസ്റ്റ് ഈവൻ നമ്പർ നമുക്കറിയില്ല, രണ്ടാമത്തെ ഈവൻ നമ്പർ നമുക്കറിയില്ല. ചോദ്യത്തിലുള്ളൂ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഒരു 2ാം ഗതി സമവാക്യം രൂപീകരിക്കുക. ഉത്തരം കണ്ടെത്താൻ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ആ നമ്പറുകൾ ഏതെന്ന് വെച്ചാൽ ഉത്തരം കൂടി കണ്ടുപിടിക്കണം. ഇവിടെ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. സോ നമുക്ക് അറിയാത്ത കാര്യത്തെ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. സോ ഒന്നാമത്തെ ഈവൻ നമ്പറിനെ എനിക്കറിയില്ല, എക്സ് ആയിട്ട് എടുത്തു. അപ്പൊ രണ്ടാമത്തെ ഈവൻ നമ്പർ എന്തായിരിക്കും? അതാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. സോ അടുത്തടുത്ത 2 ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് എക്സ്, രണ്ടാമത് x+2 അല്ലെ. ഒരു ഈവൻ നമ്പർ കഴിഞ്ഞിട്ട് 2 എണ്ണം കൂടിയിട്ടാണ് അടുത്ത നമ്പർ വരാം. ഇനി നിങ്ങൾ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? അറിയാത്ത കാര്യത്തെ എക്സ് ആയിട്ട് എടുക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? അത് വെച്ച് രണ്ടാമത്തെ നമ്പർ എഴുതുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? അത് ഉപയോഗിച്ച് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുക. 1 ആഡഡ് ടു ദി പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്. അടുത്തടുത്ത 2 ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തോട് അടുത്തടുത്ത 2 ഈവൻ നമ്പേഴ്സ്, ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്, കാരണം ഇത് ഒരു നമ്പറാണ്. അത് ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിനോട് 1 ആഡ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ എത്ര കിട്ടും? 289 കിട്ടും. അതാണ് ചോദ്യത്തിൽ പറഞ്ഞത്. നോക്കി നോക്കൂ. അടുത്തടുത്ത 2 ഈവൻ നമ്പേഴ്സിനോട് മൾട്ടിപ്ലിക്കേഷൻ അല്ലെ, അതായത് പ്രൊഡക്റ്റ്. അടുത്തടുത്ത 2 ഈവൻ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റിനോട് 1 കൂട്ടുമ്പോൾ 289 കിട്ടും. അടുത്തടുത്ത 2 ഈവൻ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റിനോട് 1 കൂട്ടുമ്പോൾ 289. അങ്ങനെയാണ് ഇത് വായിക്കുക. അപ്പൊ ചോദ്യപോലൊക്കെ ഇതുപോലത്തെ ഇക്വേഷൻ ഒക്കെ കാണുമ്പോൾ ഇത് നിങ്ങൾ വായിക്കാൻ പഠിക്കണം. ഓക്കെ, മാത്സിന്റെ ലാംഗ്വേജ് ആണ് കേട്ടത്. ഓക്കെ, അപ്പൊ ഇതിനി വൃത്തിയിൽ ചെയ്യാൻ ഒന്ന് ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ x ഇൻറ്റു എക്സ്, x². സെക്കൻഡ് ഡിഗ്രി ആക്കണ്ടേ? x ഇൻറ്റു 2, 2x. ഇവിടെ +1 പുറത്താണ്, ഇക്വൽ ടു 289. ആൻസർ ആയി. ഇത്ര എഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്കുമായി, ഫുൾ മാർക്കുമായി. ചിലപ്പോൾ 4 മാർക്കിനായിരിക്കും ചോദ്യം വരിക. ചോദ്യം നിങ്ങളോട് അതിന്റെ നമ്പറുകൾ ഏത്, സൊല്യൂഷൻ എന്ത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതണം? ഇത് ഓൾറെഡി സ്ക്വയർ കംപ്ലീറ്റഡാ. 2ന്റെ പകുതിന്റെ സ്ക്വയർ ആണ് ഇവിടെ ഉള്ളത് അല്ലെ. 2ന്റെ പകുതിന്റെ സ്ക്വയർ ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പൊ ഈ കാണുന്ന x² + 2x + 1 = 289 നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് എന്ത് ചെയ്താം? x 2ന്റെ പകുതിന്റെ സ്ക്വയർ ഇവിടെ ഉണ്ട്. 2ന്റെ പകുതി എത്ര? 1. 289. ഇങ്ങനെ എഴുതി കൂടെ? ഓൾറെഡി ഇവിടെ സ്ക്വയർ കംപ്ലീറ്റഡാ, വർഗം തികഞ്ഞു കിടക്കുകയാണ് അല്ലെ. എല്ലാം തികഞ്ഞ ഒരാളാ. പിന്നെ ആൻസർ എത്ര വരും? x+1 = √289. ഓക്കെ മക്കളെ, റൂട്ട് കാണാൻ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. മക്കളെ, റൂട്ട് കാണാനുള്ള സിമ്പിൾ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം.
നിങ്ങൾക്ക് 1ന്റെ സ്ക്വയർ ഒക്കെ അറിയാം. എല്ലാവരും ശ്രദ്ധിച്ചോളൂ, സിമ്പിൾ ട്രിക്ക് ആണ്. 1ന്റെ സ്ക്വയർ അറിയാം, 2ന്റെ സ്ക്വയർ അറിയാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് സ്പീഡിൽ പറഞ്ഞു കേട്ടോ. നിങ്ങൾ ടൈം എടുത്ത് കാണണേ, അറിയാത്ത ആളുകൾ ടൈം എടുത്ത് കാണുക. 4ന്റെ സ്ക്വയർ, 5ന്റെ സ്ക്വയർ. ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നത് എന്തിനാ? നിങ്ങൾ പഠിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളെ കമന്റ് സാറേ റൂട്ട് കാണാൻ അറിയില്ല എന്ന് പറയും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് പഠിച്ചു വെക്കാം. 7ന്റെ സ്ക്വയർ 49, 8ന്റെ സ്ക്വയർ 64, 9ന്റെ സ്ക്വയർ 81, 10ന്റെ സ്ക്വയർ 100. ഇതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമല്ലേ? ഇനി സിമ്പിൾ ആയിട്ട് കാര്യം ഇവിടെ ശ്രദ്ധിച്ചോളൂ. 10ന്റെ സ്ക്വയർ എത്ര? 2 0. 20ന്റെ സ്ക്വയർ എത്ര? 2 0. 30ന്റെ സ്ക്വയർ എത്ര? 2 0. 40ന്റെ സ്ക്വയർ 2 0. 50ന്റെ സ്ക്വയർ 2 0. 60ന്റെ സ്ക്വയർ 2 0. 70ന്റെ സ്ക്വയർ 2 0. 80ന്റെ സ്ക്വയർ 2 0. 90ന്റെ സ്ക്വയർ 2 0. 100ന്റെ സ്ക്വയർ 2 0. അല്ലേ? അപ്പൊ നമ്മൾ 10 കൂടി പഠിച്ചു കഴിഞ്ഞു. ഇനിയാണ് ട്വിസ്റ്റ് വരുന്നത്. മക്കളെ, റൂട്ട് 289 എന്ന് പറയുന്നത്, അതായത് ഇതിന്റെ ഉള്ളിലുള്ള നമ്പർ ഏത് നമ്പറിന്റെ ഇടയിലാണ് വരുന്നത് നോക്കാം. 289 എന്ന് പറയുമ്പോൾ ഏതിന്റെ ഇടയിലാ വരിക? 100ന്റെ 400ന്റെ ഇടയിലാ. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇതിന്റെ ഉത്തരം റൂട്ട് 289 എന്ന് പറഞ്ഞാൽ 10ന്റെ സ്ക്വയറിന്റെയും 20ന്റെ സ്ക്വയറിന്റെയും ഇടയിലാണ്. അല്ലെ? 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 ആണ്, 20ന്റെ സ്ക്വയർ 400 ആ രണ്ടിന്റെ ഇടയിലാണ് ഇത് വരിക. ലാസ്റ്റ് അവസാനിക്കുന്ന 9. മക്കളെ, 9ൽ അവസാനിക്കുന്ന എത്ര നമ്പർ ഉള്ളൂ? ആകെ 2 ഉള്ളൂ. അല്ലെ? ഒന്നെങ്കിൽ 3ന്റെ സ്ക്വയർ അല്ലെങ്കിൽ 7ന്റെ സ്ക്വയർ. ഒരൊറ്റ ഒന്നും 9ൽ ഉണ്ടാവില്ല. 1ൽ അവസാനിക്കുന്ന 2 ഉള്ളൂ. 1ന്റെ സ്ക്വയർ അല്ലെങ്കിൽ 9ന്റെ സ്ക്വയർ. അല്ലെ? 1 മുതൽ 10 വരെ എഴുതുമ്പോൾ 1ൽ അവസാനിക്കുന്ന 2 ഉള്ളൂ. 1ന്റെ സ്ക്വയറും 9ന്റെ സ്ക്വയറും. 4ൽ അവസാനിക്കുന്ന 2 ഉള്ളൂ. 2ന്റെ സ്ക്വയറും പിന്നെ 8ന്റെ സ്ക്വയറും. അല്ലെ? അതായത് 1ൽ അവസാനിക്കുന്നത് 1ന്റെ സ്ക്വയറും 9ന്റെ സ്ക്വയറും 1ൽ അവസാനിക്കും. 2ന്റെ സ്ക്വയറും 8ന്റെ സ്ക്വയറും 4ൽ അവസാനിക്കും. 3ന്റെ സ്ക്വയറും 7ന്റെ സ്ക്വയറും 9ൽ അവസാനിക്കും. 4ന്റെ സ്ക്വയറും 6ന്റെ സ്ക്വയറും 6ൽ അവസാനിക്കും. 5ന്റെ സ്ക്വയർ 5ൽ അവസാനിക്കും. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലായി 9ൽ അവസാനിക്കണമെങ്കിൽ 2 നമ്പർ ഉള്ളൂ, 3 7. അതേപോലെ 1ൽ അവസാനിക്കണമെങ്കിൽ 2 നമ്പർ ഉള്ളൂ, 1 9. പിന്നെ 9ൽ അവസാനിക്കണമെങ്കിൽ 2 നമ്പറാണ് നമ്മൾ പറഞ്ഞത്. സോ ആ 2 നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും ഇവിടെ ആൻസർ വരിക. ഒന്നെങ്കിൽ 10ന് ശേഷമുള്ള 13 അല്ലെങ്കിൽ 10ന് ശേഷമുള്ള 17. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും ഉണ്ടാവുക. നമുക്കറിയാം 400നോട് ഏറ്റവും അടുത്തുള്ള നമ്പറായി 289. അപ്പൊ ഏറ്റവും കൂടുതൽ ചാൻസ് 17 സോ ഇതിന് ആൻസർ എത്രയ്ക്കും? x+1 = 17 +or -17. സോ ഫൈനൽ ആൻസർ x+1 = 17, x+1 = -17. സോ x = 17 1 കുറച്ചാൽ 16, x = -17 -1 -18. സോ എക്സിന്റെ വില കിട്ടി. എക്സ് എത്ര? 16. ഒരു നമ്പർ x 16 ആണെങ്കിൽ 2 നമ്പർ എത്രയ്ക്കും? 18. അപ്പൊ ഉത്തരം 16ഉം 18ഉം ആയിരിക്കും കേട്ടോ. 16ഉം 18ഉം. അവിടെ ഒരു ഉത്തരം കൂടി നിങ്ങൾക്ക് എഴുതാം. ഇവിടെ -18 ഉണ്ട്. സോ ഇത് -18 ആണെങ്കിൽ ഇത് -18 + 2. അപ്പൊ ഇതിന്റെ നെഗറ്റീവ് -18ഉം -16ഉം. അതായത് 16ഉം 18ഉം തമ്മിൽ ഗുണിച്ചിട്ട് 1 കൂട്ടിയാൽ എന്ത് കിട്ടും? 289 കിട്ടും. അപ്പൊ ലാസ്റ്റിലേക്ക് കുറച്ച് ആളുകൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടാവും. അതിന്റെ ഒരു റീസൺ നിങ്ങൾക്ക് റൂട്ട് കണ്ടുപിടിക്കാൻ അറിയില്ല. അപ്പൊ അത് നിങ്ങൾ ഒന്നുകൂടി എടുത്ത് കാണുക. രണ്ടാമത്തെ റീസൺ, ഇവിടെ നിന്ന് എങ്ങനെ 2 ഉത്തരം കിട്ടിയെന്ന് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എക്സിന്റെ വില കിട്ടിയാൽ ആ എക്സിന്റെ വില ഇവിടെ കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും കേട്ടോ. സോ ഇത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മാർക്ക് 5 മാർക്ക് കിട്ടും. ഈ ടോപ്പിക് വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ടോപ്പിക്കിന് ചോദ്യം നിങ്ങൾക്ക് എന്താക്കാം പ്രതീക്ഷിക്കാം. ഇനി ഞങ്ങൾക്ക് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ ചാപ്റ്റർ ഇനിയും എളുപ്പമാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇനിയും ചോദ്യങ്ങളാണ് ചെയ്ത് പഠിക്കേണ്ടത്, വേറെ ഒന്നും പഠിക്കേണ്ട. ബാക്കിയൊക്കെ പഠിക്കാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തന്നു. ഇനി ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ചോദ്യങ്ങൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും, അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും എന്താക്കണം? അയച്ചു കൊടുക്കണം. അതാണ് എനിക്കുള്ള എനർജി. നിങ്ങളിപ്പോൾ കുറച്ച് ആൾക്കാരെ കാണുന്നുള്ളൂ എന്ന് പറയുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി എനിക്കൊരു മടി വരും. എന്നാൽ പിന്നെ ഞാൻ എന്തിനാ, കുറച്ച് ആൾക്കാർക്കല്ലേ കാണുന്നുള്ളൂ, ഇത്രയും ആളുകൾ ഉണ്ടായിട്ട്. അപ്പൊ എനിക്കൊരു വിഷമം വരും. അപ്പൊ എന്റെ വിഷമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് കൂടുതൽ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ SSLC കുട്ടികളോടും ജോയിൻ ചെയ്യാൻ പറയണം കേട്ടോ. സോ മക്കളെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ചെയ്ത അതേ മോഡലുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ്. ഇവിടെ ഇക്വേഷൻ മാത്രമല്ല നമ്പറും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദ പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 8. നമ്മൾ ഇതുവരെ ചെയ്ത ഈവൻ നമ്പറൊക്കെ അടുത്തടുത്ത 2 സംഖ്യകളുടെ ഗുണനഫലം 8ന്റെ ഗുണിതങ്ങളായിട്ടുള്ള. അപ്പൊ 2 നമ്പർ അറിയില്ല. അപ്പൊ ഫസ്റ്റ് നമ്പർ x എന്ന് എടുത്താൽ, ഫസ്റ്റ് നമ്പർ x ആണെങ്കിൽ അടുത്ത നമ്പർ എത്രയായിക്കടാ? 8ന്റെ ഗുണനഫലം 8 16 24. അപ്പൊ x കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 8 കഴിഞ്ഞിട്ട് ഒരു 8 കൂടി കൂടണം. അപ്പൊ 8ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ x ഉം x + 8ഉം, 6ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ x ഉം x + 6ഉം,
4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എക്സും എക്സ് പ്ലസ് 4ഉം അങ്ങനെയാണ് പോവുക. ദ പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 8 is 384. അപ്പൊ ഇത് രണ്ടുകൂടി ഗുണിക്കുക. അത് ഗുണിച്ചാൽ എത്ര കിട്ടും? 384 കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്ത് തന്നിട്ടില്ല? ഗുണിച്ചിട്ട് കൂട്ടാൻ പറഞ്ഞിട്ടില്ല. നേരത്തെ ക്വസ്റ്റ്യനിൽ ഗുണിച്ചിട്ട് കൂട്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഒന്ന് കൂട്ടണം, 1 ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്ത് പറഞ്ഞിട്ടില്ല? ആഡ് ചെയ്യാൻ പറഞ്ഞില്ല. അപ്പൊ എത്ര എഴുതിയാൽ മതി? ഓക്കെ, 8ന്റെ ഗുണിതങ്ങളായ അടുത്തടുത്ത രണ്ട് സംഖ്യകളുടെ ഗുണനഫലം 384 ആണ്. ഒരു സംഖ്യ എക്സ് ആയി എടുത്ത് രണ്ടാംകൃതി സമവാക്യം രൂപീകരിക്കുക. ഒരു സംഖ്യ എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ എക്സ് പ്ലസ് 8, ഇത് തമ്മിൽ ഗുണിച്ചാൽ ഇത് കിട്ടും. സോ ഇതിനെ സെക്കൻഡ് ഡിഗ്രി ആക്കണേ എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ പ്ലസ് 8x ഈക്വൽ ടു 384. എവിടെയെങ്കിലും പരിചയം ഉണ്ടാ ഈ ടോപ്പിക്? എവിടെയെങ്കിലും പരിചയം? ഇത് നിങ്ങൾ സെക്കൻഡ് ഡിഗ്രി ഏതാ -b പ്ലസ് ഓർ മൈനസ് യൂസ് ചെയ്യോ, ഇനി അല്ലെങ്കിൽ സ്ക്വയർ കംപ്ലീഷൻ യൂസ് ചെയ്യോ? രണ്ട് ചെയ്താലും ഉത്തരം കിട്ടും. എക്സ് സ്ക്വയറിന്റെ കൂടെ 1 ആണ്, ഇവിടെ ഈവൻ നമ്പർ ആണ്. അപ്പൊ ഏറ്റവും നല്ല എന്താണ്? സ്ക്വയർ കംപ്ലീഷൻ അഥവാ വർഗ്ഗത്തികവ്. സെയിം ആൻസർ നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഒറ്റ ചെയ്ത് നോക്കിയേ. പ്ലസ് 8ന്റെ പകുതി പ്ലസ് 4, അതിന്റെ സ്ക്വയർ 16. അപ്പൊ ഇവിടെ എന്ത് വരും? എക്സ് പ്ലസ് 8ന്റെ പകുതി പ്ലസ് 4 ഈക്വൽ ടു 400. 400 നമുക്ക് കൃത്യമായിട്ട് അറിയാം. എക്സ് പ്ലസ് 4 ഈക്വൽ ടു റൂട്ട് 400 ആണ്. അത് പ്ലസ് ഓർ മൈനസ് 20. അപ്പൊ ഉത്തരം എക്സ് പ്ലസ് 4 ഈക്വൽ ടു പ്ലസ് 20, എക്സ് പ്ലസ് 4 ഈക്വൽ ടു മൈനസ് 20. രണ്ട് ഉത്തരം കിട്ടും. എക്സ് ഈക്വൽ ടു 20 മൈനസ് 4 16, എക്സ് ഈക്വൽ ടു മൈനസ് 20 മൈനസ് 4 മൈനസ് 24. സോ ഫൈനൽ ആൻസർ ആയിട്ട് നമുക്കറിയാം എക്സ് 16 എടുക്കുന്നതെങ്കിൽ എക്സ് പ്ലസ് 8 24 ആയിരിക്കും. ഓർ എക്സ് ഈക്വൽ ടു മൈനസ് 24 എടുക്കുന്നതെങ്കിൽ എക്സ് ഈക്വൽ ടു മൈനസ് 24 എടുക്കുന്നതെങ്കിൽ എക്സ് പ്ലസ് 8 എന്ന് പറഞ്ഞാൽ മൈനസ് 24 പ്ലസ് 8 മൈനസ് 16. അപ്പൊ രണ്ടും ഒന്നെങ്കിൽ ഇത് രണ്ടും ആയിരിക്കും ഉത്തരം എഴുതുക, അല്ലെ ഇത് രണ്ടും. അപ്പൊ ഏതെങ്കിലും ഒന്ന് എഴുതിയാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. 16 24 എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. പറ്റുന്ന ആൾക്കാർ ഇതുകൂടി എഴുതി വെക്കുക, അതാണ് നല്ലത്. ഓക്കെ, സോ ഐഡിയ ക്ലിയർ അല്ലേ? ഇപ്പൊ കുറെ കാര്യം ഐഡിയ കിട്ടി വരുന്നില്ല. അതാ ഞാൻ പറയുന്നത്, വീണ്ടും പറയാണ്, ഇപ്പൊ നിങ്ങൾ പെർഫെക്റ്റ് ആവണമെന്നൊന്നുമില്ല. കുറെ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലായി വരുന്നുണ്ട് സാർ. അതാണ് ജയം എന്ന് പറയുന്നത്. അതാണ് ഈ വീഡിയോയുടെ വിജയം. അങ്ങനെ മനസ്സിലായി വന്ന് ഇതുപോലത്തെ ചോദ്യങ്ങൾ ചെയ്ത് ഞാനിപ്പോ ചെയ്ത അതേ ചോദ്യം തന്നെ നിങ്ങൾക്ക്, ഞാൻ മാത്സ് എടുക്കുന്ന ട്രിക്ക് പറയാണ്, നിങ്ങൾക്കൊരു ഉത്തരം അറിയാം, ഒരു ചോദ്യത്തിന് ഉത്തരം അറിയാമെങ്കിൽ ആ ചോദ്യം നിങ്ങൾ 2-3 തവണ ചെയ്ത് പഠിച്ചോളൂ, ഒരു കുഴപ്പമില്ല. നമുക്ക് സാറ്റിസ്ഫാക്ഷനും കിട്ടും. അതേപോലെ തന്നെ നമുക്ക് പിന്നെ പുതിയ ചോദ്യങ്ങൾ പരീക്ഷിക്കാനുള്ളൊരു മൈൻഡും കിട്ടും. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ചോദ്യമാണെങ്കിൽ പോലും നിങ്ങൾ വീണ്ടും എന്താക്കുക, എഴുതി പഠിക്കുക കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഞാനൊക്കെ അങ്ങനെയാണ് ഭയങ്കര സന്തോഷം കണ്ടത്. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതേപോലെ ഇമ്പോർട്ടന്റ് ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ശ്രദ്ധിച്ച മക്കളെ. ദ ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ ഈസ് 6 സെന്റിമീറ്റർ മോർ ദാൻ ഇറ്റ്സ് ബ്രെഡ്ത്ത്. അഥവാ ഒരു ചതുരത്തിന്റെ നീളം വീതിയേക്കാൾ 6 സെന്റിമീറ്റർ കൂടുതലാണ്. ഒരു ചതുരം, അതിന്റെ നീളം എന്ന് പറയുന്നത് ഇതിനേക്കാൾ 6 സെന്റിമീറ്റർ കൂടുതലാണ്. അതിന്റെ ഏരിയ പരപ്പളവ് പറഞ്ഞാൽ 1216. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ച മക്കളെ, ഈ കാണുന്ന ചോദ്യത്തിൽ 2 കാര്യങ്ങൾ അറിയില്ല. എന്തൊക്കെ 2 കാര്യങ്ങൾ? നീളവും അറിയില്ല, വീതിയും അറിയില്ല. ക്വസ്റ്റ്യനില് നമ്മളോട് ഏത് എക്സ് എടുക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ എനിക്ക് ഏതെങ്കിലും എക്സ് എടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എക്സ് എടുക്കാം. അപ്പൊ ഞാൻ നീളത്തെയാണ് എക്സ് എന്ന് എടുക്കുക. ശ്രദ്ധിക്കണേ മക്കളെ, ശ്രദ്ധിച്ചോളൂ. നീളത്തെ എക്സ് എന്ന് എടുത്താൽ വീതി എന്തായിരിക്കും? പല കുട്ടികളും എക്സ് പ്ലസ് 6 എന്ന് പോയി എഴുതി വെക്കും. തെറ്റാണ്. കാരണം വീതിയേക്കാൾ 6 സെന്റിമീറ്റർ കൂടുതലാണ് നീളത്തിന് എന്നാ പറഞ്ഞത് അല്ലെ? വീതിയേക്കാൾ 6 സെന്റിമീറ്റർ കൂടുതൽ. അപ്പൊ നീളം എക്സ് ആണെങ്കിൽ വീതി തന്നെ അതിനേക്കാൾ 6 സെന്റിമീറ്റർ കുറവായിരിക്കും. ഒന്നെങ്കിൽ ഇങ്ങനെ എടുക്കാം, എക്സും എക്സ് മൈനസ് 6ഉം, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്തെടുക്കുക, വീതിക്ക് എക്സ് എന്ന് കൊടുക്കുക. കാരണം വീതി വെച്ചിട്ടാണ് ഇവിടെ കാര്യം പറയുന്നത്. വീതി വെച്ചിട്ടാണ് എന്ത് പറയുന്നത് ഇവിടെ പറയുന്നത്. അപ്പൊ രണ്ടിൽ ഏത് എഴുതിയാലും ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് വീതി വെച്ചിട്ടാണ്. വീതി എക്സ് ആണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും? എക്സ് പ്ലസ് 6. അങ്ങനല്ലേ ക്വസ്റ്റ്യന് പറഞ്ഞത്? വീതിയേക്കാൾ 6 സെന്റിമീറ്റർ കൂടുതൽ. അപ്പൊ വീതി എക്സ് എന്ന് എടുക്കുക. കഴിഞ്ഞു, ആൻസർ ആയി. അപ്പൊ ഏരിയ പരപ്പളവ് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. എന്താണ്? നീളം ഇൻറ്റു വീതി. നീളം ഇൻറ്റു വീതി. നീളം എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 6 ഇൻറ്റു വീതി എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 1216. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. നീളം ഇൻറ്റു വീതി, ഏരിയ എന്ന് പറഞ്ഞത്. ആൻസർ എക്സ് ഇൻറ്റു എക്സ് ആണ് എക്സ് സ്ക്വയർ അല്ലെ? എക്സ് ഇൻറ്റു എക്സ് ആണ് എക്സ് സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു എക്സ് ആണ് 6x ഈക്വൽ ടു 1216 ആണ്. സോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതെങ്ങനെ ചെയ്യാന്നുള്ളത്. 2 10 9 ആഡ് ചെയ്യുക അല്ലെ? 6ന്റെ പകുതി 6, സോറി 3, 3ന്റെ പകുതി 9, 3ന്റെ സ്ക്വയർ 9, 1216 പ്ലസ് 9. അപ്പൊ എന്ത് കിട്ടി? എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1225 അല്ലെ? നമുക്കറിയാം 30ലെ സ്ക്വയർ 900, 30ന്റെ സ്ക്വയർ 900. അപ്പൊ 30നേക്കാൾ കൂടുതലായിരിക്കും ഉണ്ടാവുക. അപ്പൊ 35 ആയിരിക്കും ഇതിന്റെ ആൻസർ വരുന്നത്. നിങ്ങൾ റൂട്ട് കണ്ടുപിടിച്ച് നോക്കുക കേട്ടോ.
സോ ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതിന്റെ ആൻസർ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. √1225 സമം +or-30. അപ്പോൾ അത് വെക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? നീളവും വീതിയും കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ, നീളവും കിട്ടും വീതിയും കിട്ടും. വേണേൽ ഇതും കൂടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. സോ x+3 = √35. ഒന്നെങ്കിൽ +35, x+3 = -35. സമം എന്ത് കിട്ടിയടാ? x = 35, 3 32, x = -35 -3. അപ്പൊ നമുക്കറിയാം ഒരിക്കലും ഒരു സൈഡും നെഗറ്റീവ് ആവില്ല. നീളോ വീതി അപ്പൊ നെഗറ്റീവ് ആവോ? അപ്പൊ x ഇത് ഉത്തരം നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് നെഗറ്റീവ് ആവില്ല. ഒരിക്കലും നീളോ വീതി നെഗറ്റീവ് ആവില്ല. സോ x = 32. അപ്പൊ വീതി, ഇത് വീതിയാണ് b, ബ്രെഡ്ത്ത്. അപ്പൊ നിങ്ങൾ എത്രയ്ക്കും അല്ലെ? വീതി 32 ആണെങ്കിൽ നീളം പറഞ്ഞാൽ 38. 32 + 6 38. 32 × 38 എന്ന എത്ര? 1216 ആണ്. ഐഡിയ ക്ലിയർ ആണോ മക്കളെ? ഐഡിയ ക്ലിയർ ആണോ? ഇങ്ങനെയാണ് ചോദ്യങ്ങൾ ചെയ്യല് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ഞാൻ എന്താക്കിയിട്ടില്ല, ഡിസ്കസ് ചെയ്തിട്ടില്ല. എന്നാലും ഇത് കമ്പാരിറ്റീവ്ലി കുറച്ചൊരു എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. എളുപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ വിചാരിച്ച ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു സെഷനിൽ കുറച്ചുകൂടി ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതിൽ ഞാൻ ഒരു 2-3 ക്വസ്റ്റ്യൻസ് കൂടി കാണിച്ചു തരാം. ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയി തരാണ്. ഓക്കെ, ഇത് സെയിം മോഡൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. യെസ്, നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, യെസ്, 2-3 ക്വസ്റ്റ്യൻസ് കൂടി എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഒരു കിടിലൻ ക്വസ്റ്റ്യൻ ആണ്. ഒരു A+ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. എക്സ് ഒരു എണ്ണൽ സംഖ്യയാണ്, ഒരു നാച്ചുറൽ നമ്പർ ആണ്. മക്കളെ ഫീഡ്ബാക്ക് കമന്റ് ചെയ്യാൻ മറക്കരുതേ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണേ. ഓക്കെ, ഇതുപോലെ അടുത്ത ചാപ്റ്റർ ഏത് വേണം കൂടി നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങളെ ഫീഡ്ബാക്കിന് ശേഷമായിരിക്കണം അടുത്ത ചാപ്റ്റർ ഏതാ വേണ്ടതെന്ന് പറയേണ്ടത്. അതായത് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കാം. ഒരു സാറ് കഷ്ടപ്പെട്ട് ക്ലാസ് എടുത്തു, അടുത്ത ക്ലാസ് ഏതാ വേണ്ടതെന്ന് കമന്റ് ചെയ്യാൻ പറഞ്ഞു, ക്ലാസ്സിന്റെ ഫീഡ്ബാക്കും പറയാൻ പറഞ്ഞു വെച്ചോ. കൂടുതൽ കുട്ടികളും കമന്റ് ചെയ്യുന്ന അറിയോ? സാർ അടുത്ത ചാപ്റ്റർ സോളിഡ്സ് മതി, അത്രേ പറയുള്ളൂ. കാരണം കുട്ടികളുടെ ആവശ്യം അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ തരുന്ന നന്ദി വാക്കുകൾ, എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തരുന്ന കമന്റുകളാണ്. അത് അടുത്ത ചാപ്റ്റർ മതി എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് ഈ ചാപ്റ്റർ കണ്ടിട്ട് അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് എത്രത്തോളം മനസ്സിലായി, നിങ്ങൾക്ക് അത് എത്രത്തോളം ഉപകാരപ്പെട്ടു എന്നതുകൂടി നിങ്ങൾ പറയുമ്പോൾ അതല്ലേ എനിക്ക് കിട്ടുന്ന സന്തോഷം. അപ്പോൾ സ്വാർത്ഥരാവാതിരിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം കമന്റ് ചെയ്യാതെ, ഞാനിപ്പോൾ ഇവിടെ മാത്രമല്ല, നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് അല്ലേ, നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സിനോട് നിങ്ങൾ എന്താക്കണം? നന്ദിയുള്ളവരായിരിക്കണം. ഓക്കെ, സോ മക്കളെ ശ്രദ്ധിച്ചോ. What number is to be added to x² + 6x to get a perfect square? x² + 6x നോട് ഏത് നമ്പർ കൂട്ടിയാലാണ് പൂർണ്ണവർഗം കിട്ടുക? 6ന്റെ പകുതി 3, 3ന്റെ സ്ക്വയർ 9. ഈസി പീസി, ഒരു മാർക്കായി. അടുത്ത ചോദ്യം എല്ലാവരും ശ്രദ്ധിക്കുക. x² + ax = 16 ആണ്. x² + ax + 16 = 0. ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, ഒരു പൂർണ്ണവർഗ സംഖ്യയാണ്. x² + ax + 16 is a perfect square. അതായത് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതായത് ഇതിനെ കൃത്യമായിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും. എങ്കിൽ എയുടെ വില എത്ര? അപ്പൊ നമുക്കറിയാം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ x² + 6x ഇതിന്റെ കൂടെ ഏത് നമ്പർ? 9 ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാം? x + 3 ഹോൾ സ്ക്വയർ എഴുതാം അല്ലെ. അതായത് ഈ 3 ആയിരിക്കും ഇതിന്റെ പകുതിയായിട്ട് വരിക. എക്സിന്റെ കൂടെയുള്ള നമ്പറിന്റെ പകുതിയാണ് ഇവിടെ വരുന്നത് അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? x + 4 അല്ലെങ്കിൽ യെസ് √9 എന്ന് പറഞ്ഞാൽ 3, √16 പറഞ്ഞാൽ 4. അപ്പൊ ഇത് ഈ കാണുന്നത് x + 4 ഹോൾ സ്ക്വയർ ആണ് അല്ലെ. എക്സിന്റെ സ്ക്വയറും 4ന്റെ സ്ക്വയറും അതാണ് x + 4 ഹോൾ സ്ക്വയർ. അപ്പൊ ഇതിന്റെ ഇടയിൽ വരുന്നത് എത്രയായിരിക്കും? എന്ന് പറഞ്ഞാൽ 6ന്റെ പകുതി 3, അതിന്റെ സ്ക്വയർ ആണ് വരുന്നത്, അല്ലെങ്കിൽ ആ 3 ആണ് ഇവിടെ വരുന്നത്. അപ്പം എന്റെ പകുതി ആണ് 4 വരിക. ഇവിടെയുള്ള നമ്പറിന്റെ പകുതി, എന്റെ പകുതി = 4 അല്ലെ. ഇവിടെയുള്ള നമ്പറിന്റെ പകുതി എത്രയാണ്? 4 ആണ്. ഇവിടെയുള്ള നമ്പർ എത്ര? 6. അതിന്റെ പകുതി എത്രയാണ്? 3. അതാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇവിടെയുള്ള നമ്പറിന്റെ പകുതി എത്രയാണ്? ഇവിടെ വരുന്നത്. സോ a = എത്രയായിരിക്കും? അതിന്റെ ഇരട്ടി 8 അല്ലെ. a = എത്രയാണ്? 8 ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം മക്കളെ, ശ്രദ്ധിച്ചോളൂ. x² + ax + 16 എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ ആണ് എങ്കിൽ ഇവിടെയുള്ള നമ്പർ കണ്ടുപിടിക്കാൻ ഒരു പണിയുമില്ല. ഇവിടെയുള്ള നമ്പറിന്റെ റൂട്ട് എടുക്കുക. √16 എത്ര? 4. അതിന്റെ ഇരട്ടി ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇവിടെ 8 ആണെങ്കിൽ മാത്രമേ അതിന്റെ പകുതി 4 കിട്ടുള്ളൂ. ആ 4ന്റെ സ്ക്വയർ ആയിരിക്കും ഇവിടെ വരിക. അപ്പം ഇവിടെ ഇപ്പൊ √25 ആണെങ്കിലോ, ഇപ്പൊ ഇവിടെ 25 ആണെങ്കിലോ, അവിടെ √25 എത്ര? √25 5. ഇതിന്റെ ഇരട്ടി 10. അവിടെ 10 ആയിരിക്കും വരാം. ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു.
അടുത്തൊരു ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒരു രസകരമായുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് ബി എന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ എ സ്ക്വയർ ഈക്വൽ ടു 4b എന്ന് തെളിയിക്കുക. എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് വിചാരിച്ചോ, ഒരു പൂർണ്ണസംഖ്യയാണ് എങ്കിൽ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4b എന്ന് തെളിയിക്കണം. എങ്ങനെ പറ്റും? നമുക്കറിയാം ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് എങ്കിൽ ഈ കാണുന്ന നമ്പറിന്റെ എ എന്ന് പറയുന്ന നമ്പറിന്റെ പകുതിയുടെ സ്ക്വയർ ആയിരിക്കും ആര്? യെസ് ഓർ നോ? യെസ് ഓർ നോ? ഈ കാണുന്ന നമ്പറിന്റെ പകുതി അതിന്റെ സ്ക്വയർ ആക്കി ഇവിടെ വരിക. അങ്ങനെയാണ് ഇവിടെ എ 8 കിട്ടി. 8ന്റെ പകുതി എത്ര? 4 സ്ക്വയർ ആണ് ഇവിടെ വരിക. അപ്പോൾ ഈ കാണുന്ന നമ്പറിന്റെ പകുതി എന്റെ പകുതി അതിന്റെ സ്ക്വയർ ബി. ഇതൊന്ന് സ്ക്വയർ ചെയ്താൽ എന്താ കിട്ടുക? എ സ്ക്വയർ ബൈ 2 സ്ക്വയർ ഈക്വൽ ടു ബി. സോ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബൈ 4 അങ്ങോട്ട് ഉണ്ടാൽ ആൻസർ പ്രൂവ് ചെയ്തു. എ സ്ക്വയർ ഈക്വൽ ടു 4b ആയിരിക്കും. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 4b ആയിരിക്കും കേട്ടോ. യെസ്, സ്ക്വയർ ഈസ് ഈക്വൽ ടു 4b. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെയുള്ള നമ്പറിന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു സോ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 4 അതോടെ എ സ്ക്വയർ ഈസ് ഈക്വൽ അതിലേക്ക് കിടക്കണ്ട. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4b. ഇത്രേ ഉള്ളൂ കേട്ടോ. സോ ഈ കാണുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ക്ലിയർ ആകുന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ് മക്കളെ. എല്ലാവരും ശ്രദ്ധിച്ചോളൂ കേട്ടോ. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രാ ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇപ്പൊ ഞാൻ സിമ്പിൾ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് കുറെ ഡിസ്കസ് ചെയ്തത്. ഇനി പവർഫുൾ ആയുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ വരട്ടെ. ഞാൻ എന്തായാലും വീഡിയോ റെക്കോർഡ് ചെയ്യും. സോ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. നിങ്ങളോട് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കൂടെ ഈ പരീക്ഷ അവസാനിക്കുന്നത് വരെ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകും. ഇതുപോലെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന കമന്റുകളൊക്കെ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. സോ എൻ്റെ പേരറിയാത്ത ആളുകളോട് ഞാൻ പറയാണ്, എൻ്റെ പേര് ഷാഹിദ് റംസാൻ എന്നാണ്. ഞങ്ങൾക്ക് സ്റ്റാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക് ഒക്കെ നിങ്ങൾ അറിയിക്കുക. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ.